My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതി മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ലൈക്കോപോഡിയം എന്ന അധ്യായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അതിൻ്റെ മെൻ്റൽ സിംറ്റംസുമായിട്ട് ബന്ധപ്പെട്ട വളരെ സവിശേഷമായ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കെൻ്റ് ഇവിടെ പറയുന്നു. ലൈക്കോപോഡിയം ഓൾസോ ഹാസ് എ റിലീജിയസ് ഇൻസാനിറ്റി വിച്ച് ഹാസ് എ മൈൽഡ് ആൻഡ് സിമ്പിൾ ബിഗിനിങ്, എ മാറ്റർ ഓഫ് മെലങ്കളി. ഒരു റിലീജിയസ് ഇൻസാനിറ്റി, മതവുമായിട്ട് ബന്ധപ്പെട്ട മതനിഷ്ഠകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാനസിക പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. കെൻ്റ് പറയുന്ന കാലത്ത് ഉണ്ടായിരുന്നതിൻ്റെ വളരെയധികം ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതൊരു മെലങ്കളി ആയിട്ട് ആണ് തുടങ്ങുന്നത്. മതമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒരു ദുഃഖമുണ്ടാകുന്നു, മനസ്സിലൊരു മന്ദീഭവിച്ച അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെയാണ് തുടക്കം. ദിസ് റിലീജിയസ് മെലങ്കളി ഗ്രോസ് ഗ്രേറ്റർ ആൻഡ് ഗ്രേറ്റർ അണ്ടിൽ ഹി സിറ്റ്സ് ആൻഡ് റൂട്ട്സ്. ഈ മെലങ്കളി വർദ്ധിച്ച് വന്ന് അവസാനം വെറുതെ കുത്തിയിരുന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ച് വഷളാക്കുന്നൊരവസ്ഥ. ഹി ഹാസ് വെരി ഓഫൺ aversion to company and yet he dreads solitude. നമുക്ക് എത്ര വൈരുദ്ധ്യമുള്ള ഒരു അവസ്ഥ, വളരെ സങ്കീർണമായിട്ടൊരു മാനസികാവസ്ഥ. കമ്പനിയോട് ആവേർഷൻ, കൂട്ടുകൂടുന്നതിനോട് ഒരു വൈമുഖ്യം, അതേസമയം ഏകാന്തതയെ അയാൾ ഭയപ്പെടുകയും ചെയ്യുന്നു. പരസ്പര വിരുദ്ധമെന്ന് തോന്നാം. ഈ ഒരു അവസ്ഥയുടെ ആ ഒരു സവിശേഷമായ ഒരു അവസ്ഥയെ എങ്ങനെ ലൈക്കോപോഡിയം കവർ ചെയ്യുന്നുവെന്ന് നമുക്ക് കാണാം. ഒരു പ്രൂവറെ കോട്ട് ചെയ്തിരിക്കുക ഇവിടെ കെൻ്റ്. ഡ്രെഡ് ഓഫ് മെൻ ആൻഡ് ഡ്രെഡ് ഓഫ് സോളിറ്റ്യൂഡ്, ഇറിറ്റബിലിറ്റി ആൻഡ് മെലങ്കളി. മനുഷ്യരെ ഭയപ്പെടുന്നു, അതേസമയം ഏകാന്തയും ഭയപ്പെടുന്നു. ഇറിറ്റബിലിറ്റി, അസ്വസ്ഥത. മെലങ്കളി, ദുഃഖം, മനോദുഃഖം. ദിസ് ഡ്രെഡ് ഓഫ് മെൻ ഈസ് നോട്ട് ഓൾവേസ് എ സ്റ്റേറ്റ് ഓഫ് ഡ്രെഡ് ഇൻ വുമൺ. ഇത് ആളുകളെ ഭയപ്പെടുന്നൊരവസ്ഥ, അല്ലെങ്കിൽ പുരുഷന്മാരെ അങ്ങനെയും വ്യാഖ്യാനിക്കാം. പുരുഷന്മാരെ ഭയപ്പെടുന്നൊരവസ്ഥ സ്ത്രീകളിൽ ഉണ്ടാകുക എന്നുള്ളത് അതൊരു സാധാരണമായി എപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമല്ല. ഇറ്റ് ഈസ് എ ഡ്രെഡ് ഓഫ് പീപ്പിൾ ആൻഡ് വെൻ ദാറ്റ് ഈസ് fully carried out in the lycopodium patient, you see that she dreads the presence of new persons or the new coming of friends or visitors. She wants to be only with those that are constantly surrounding her. കണ്ടോ? അപ്പോൾ ആളുകളെ ഭയം, ഇനി അത് ഫുള്ളി ക്യാരിഡ്, അതൊരു പൂർണ്ണാവസ്ഥയിലേക്ക്, ആ സിംറ്റം ഡെവലപ്പ് ചെയ്തൊരു പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ എന്താണ് ലൈക്കോപോഡിയം പേഷ്യൻ്റ് കാണിക്കുന്നത്? എന്താ? പുതിയ ആളുകൾ, പരിചിതരല്ലാത്ത വ്യക്തികളുടെ സാന്നിധ്യത്തെ ഭയപ്പെടുന്നു. വിസിറ്റേഴ്സിൻ്റെ, സുഹൃത്തുക്കളും സന്ദർശകരും വരുന്നതിന് ഭയപ്പെടുന്നു. ഷീ വാണ്ട്സ് ടു ബി ഓൺലി വിത്ത് ദോസ് ദാറ്റ് ആർ കോൺസ്റ്റൻ്റ്ലി, തന്നോടൊപ്പം എപ്പോഴും ഉള്ള ആളുകൾ മാത്രം മതി, പുതിയതായിട്ടാരും വരണ്ട. ഡസ് നോട്ട് വാണ്ട് ടു ബി എൻറ്റയർലി, അതേസമയം പൂർണ്ണമായിട്ടും തനിയാകാനും ഇഷ്ടമല്ല. വാണ്ട്സ് ടു ഫീൽ ദാറ്റ് ദർ ഇസ് സംബഡി എൽസ് ഇൻ ദ ഹൗസ് ബട്ട് ഡസ് നോട്ട് വാണ്ട് കമ്പനി. അതാണ് കൃത്യമായിട്ട് പറഞ്ഞത്. വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകണം, പക്ഷേ തൊട്ടടുത്ത് വേണ്ട, തൻ്റെ കൂട്ടത്തിൽ വേണ്ട. വീട്ടിലടുത്ത മുറിയിലോ എവിടെയെങ്കിലുമൊക്കെ ആളുണ്ടാകണം. അത്ര അസാധാരണമായിട്ടുള്ള ഒരു അൺയൂഷ്വലായിട്ടൊരു മാനസികാവസ്ഥയാണ് ലൈക്കോപോഡിയത്തിൽ കാണിക്കുന്നത്. ഡസ് നോട്ട് വാണ്ട് ടു ബി ടോക്ക് ടു ഓർ ഫോഴ്സ് ടു ഡു എനിത്തിങ്, ഡസ് നോട്ട് വാണ്ട് ടു മേക്ക് എനി എക്സേർഷൻ, യെറ്റ് അറ്റ് ടൈംസ് when forced to do so she is relieved. അപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല, കമ്പനിയിലാകാൻ താല്പര്യമില്ല, എന്തെങ്കിലും എക്സേർഷൻ, എന്തെങ്കിലും പ്രയത്നം ചെയ്യാൻ ഇഷ്ടമല്ല. പക്ഷേ ചില സമയത്ത് കമ്പനിയിലാകാനോ എന്തെങ്കിലും പ്രയത്നം ചെയ്യാനോ നിർബന്ധിതയായി തീർന്നാൽ റിലീഫ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു മാനസികമായിട്ട് പ്രത്യേക ഒരു സ്റ്റംബ്ലിങ് കണ്ടീഷനാണത്. ഒരു ബാരിയറിനെ മറികടക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു മാന്യത്തിലേക്ക് എത്തുകയാണ്. പക്ഷേ എങ്ങനെയെങ്കിലും ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് ആ ഒരു
പ്രതിസന്ധിയെ മറികടന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യും, റിലീഫാകുകയും ചെയ്യും. ഇനി ഒരു പ്രോവർബ് കോട്ട് ചെയ്തിരിക്കുകയാണ്, ടാസിറ്റേണിറ്റി ഡിസേർവ് ടു ബി അലോൺ. ടാസിറ്റേൺ എന്ന് വെച്ചാൽ മിതഭാഷം, വളരെ കുറച്ച് സംസാരിക്കുന്ന രീതി, തനിയെ ആയിരിക്കാൻ ആഗ്രഹിക്കുക. നൗ ലെറ്റ് us ഫോളോ ദാറ്റ് ഔട്ട് ഓഫ് ലിറ്റിൽ ഫർദർ. അതിനെ കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ദ ടാസിറ്റേണിറ്റി ഈസ് ബിക്കോസ് ദ പേഷ്യൻ്റ് ഡസ് നോട്ട് വാണ്ട് ടു ടാക്ക്, വാണ്ട് ടു കീപ് സൈലൻറ്റ്. അപ്പോൾ സൈലൻ്റ് ആയിരിക്കാൻ, നിശബ്ദനായിരിക്കാൻ, അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കാൻ ആ പേഷ്യൻ്റ് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ മിതഭാഷ സ്വഭാവം വരുന്നത്. Yet, as I have said already, very glad to feel there is somebody else in the house and that she is not alone. പക്ഷേ വീട്ടിൽ അടുത്ത ആരെങ്കിലുമൊക്കെ, അടുത്ത മുറിയിലൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ വേണം. ഷീ ഈസ് പെർഫെക്റ്റ്ലി വില്ലിംഗ് ടു റിമെയിൻ ഇൻ എ ലിറ്റിൽ റൂം ബൈ ഹെർസെൽഫ് സോ ദാറ്റ് ഷീ ഈസ് പ്രാക്ടിക്കലി അലോൺ യെറ്റ് നോട്ട് ഇൻ സോളിറ്റ്യൂഡ്. അതെങ്ങനെയാണ്? പ്രായോഗികമായിട്ട് എലോണാണ്, ഒറ്റയ്ക്കാണ്, പക്ഷേ സോളിറ്റ്യൂഡിലല്ല. എങ്ങനെയാണ്? ഇഫ് ദർ വർ ടു അഡ്ജസൻറ്റ് റൂംസ് ഇൻ ദ ഹൗസ് യു വുഡ് കോമൺലി ഫൈൻഡ് ദ ലൈക്കോപോഡിയം പേഷ്യൻറ്റ് go into one and stay there, but very glad to have somebody else in the other. അടുത്തടുത്ത് 2 മുറികളുണ്ട്. ലൈക്കോപോഡിയം പേഷ്യൻറ്റ് ആ ഒരു മുറിയിൽ വളരെ സന്തോഷത്തോടെ ഒറ്റയ്ക്ക് ഇരുന്നോളും, പക്ഷെ അടുത്ത മുറിയിൽ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ വളരെ സന്തോഷം. അപ്പോൾ അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ അവസ്ഥയാണത്. ദ ലൈക്കോപോഡിയം പേഷ്യൻ്റ് ഓഫൺ വീപ്സ് ഇൻ ദ ആക്ട് ഓഫ് റിസീവിങ് എ ഫ്രണ്ട് ഓർ മീറ്റിംഗ് ആൻഡ് അക്വൈൻറ്റൻസ്. അപ്പോൾ ഒരു സുഹൃത്തിനെ സ്വീകരിക്കുമ്പോൾ, ഒരു മറ്റൊരു നാട്ടിൽ വെച്ചൊരു പരിചയക്കാരനെ കാണുമ്പോൾ, അതായത് അക്വൈൻറ്റൻസിനെ കാണുമ്പോൾ, വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ ഒരു സ്വന്തം നാട്ടിലുള്ള ആളെ കാണുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കാൻ സാധാരണ ചെയ്യുന്നത്, പക്ഷേ ലൈക്കോപോഡിയം പേഷ്യൻ്റ് വിതുമ്പുകയാണ് ചെയ്യുന്നത്. ആൻഡ് അൺയൂഷ്വൽ സാഡ്നെസ് വിത്ത് വീപ്പിംഗ് കംസ് ഓവർ ദ പേഷ്യൻ്റ് ഓൺ റിസീവിങ് എ ഗിഫ്റ്റ്. ഒരു സമ്മാനം, ഒരു പാരിതോഷികം സ്വീകരിക്കേണ്ടി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെയും സാഡ്നെസ്സും വീപ്പിങ്ങുമാണ്. അപ്പോൾ സന്തോഷം ഉണ്ടാകേണ്ട, ചിരിക്കേണ്ട സമയങ്ങളിലൊക്കെ ദുഃഖവും കരച്ചിലും ഒക്കെയാണ് ലൈക്കോപോഡിയം പേഷ്യൻ്റ് ഉണ്ടാകുന്നത്. അറ്റ് ദ സ്ലൈറ്റസ്റ്റ് ജോയ് ഷീ വീപ്സ്. നിസ്സാരമായൊരു ആനന്ദം, സ്ലൈറ്റസ്റ്റ് ജോയ്, ആനന്ദം എന്ന് പറയുന്നത് സന്തോഷത്തിനേക്കാൾ ഉയർന്നൊരു ഭാവമാണ് ജോയ്, ആനന്ദം. നിസ്സാരമൊരു ആനന്ദം ഉണ്ടായാൽ പോലും വിതുമ്പുന്നു. Hence, we see that the lycopodium patient is a very nervous, sensitive, emotional patient. Emotional patient. Here it is, sensitive, even cries when thanked. ഒരു നന്ദി പറയുമ്പോൾ പോലും കരയുന്ന ഒരു സെൻസിറ്റീവ് പേഷ്യൻ്റ്. When lying in bed, suffering from the lower forms of fevers, there is delirium and even unconsciousness. അപ്പോൾ ലോവർ ഫോംസ് ഓഫ് ഫീവർ, ചെറിയ തരം പനികളൊക്കെ ആയിട്ട് കിടക്കയിൽ കിടക്കുമ്പോൾ ഡെലിറിയം ഉണ്ടാകാം, അൺകോൺഷ്യസ്നെസ് ഉണ്ടാകാം. ഹി പിക്സ് അറ്റ് ഇമാജിനറി തിങ്സ് ഇൻ ദ എയർ, സീസ് ഫ്ലൈസ് ആൻഡ് ഓൾ സോർട്സ് ഓഫ് ലിറ്റിൽ തിങ്സ് ഫ്ലൈയിങ് ഇൻ ദ എയർ. അപ്പോൾ ഒരു മാനസിക വിഭ്രാന്തിയാണ്. ഇങ്ങനെ ഈ ഒരു ചെറിയ തരം പനിയൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ അന്തരീക്ഷത്തിൽ സാങ്കല്പിക സാധനങ്ങൾ കാണുന്നു, പറവകളെ, ചെറിയ പ്രാണികളിങ്ങനെ പറക്കുന്നത് കാണുന്നു, അതിനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. എക്സസീവ്ലി മെറി ആൻഡ് ലവ്സ് അറ്റ് സിംപ്ലസ്റ്റ് തിങ്സ്. ഇത് മറ്റൊരു എക്സ്ട്രീം അവസ്ഥ. നേരത്തെ ഒരു അവസ്ഥയിൽ പറയുന്നത് സാഡ് അവസ്ഥ, വീപ്പിങ്. ഇവിടെ ചെറിയ പനിയൊക്കെ കിടക്കുമ്പോൾ എന്താ? എക്സസീവ് മെറി, അമിതമായിട്ടുള്ള ഒരു ഉന്മേഷം, നിസ്സാര കാര്യങ്ങൾ കണ്ടാൽ പോലും ചിരിക്കുന്നൊരവസ്ഥ. എ കണ്ടീഷൻ ഓഫ് ഇൻസാനിറ്റി. ഇതൊരു ഭ്രാന്തമായ അവസ്ഥ, ഇൻസാനിറ്റിയാണ്. അപ്പോൾ പനിയോട് ചേർന്ന് വരുന്ന ഇൻസാനിറ്റി, ഇത്ര ടിപ്പിക്കൽ ഇൻസാനിറ്റിയെ ലൈക്കോപോഡിയം കവർ ചെയ്യും. ഡെസ്പോണ്ടൻറ്റ് എന്ന് വെച്ചാൽ നിരാശപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ഡെസ്പോണ്ടൻസി. ദ ലൈക്കോപോഡിയം പേഷ്യൻ്റ് വേക്സ് അപ്പ് ഇൻ ദ മോർണിംഗ് വിത്ത് സാഡ്നെസ്. ഇതാണ് ഞാൻ ആ കുട്ടിയിൽ ഞാൻ കണ്ടെന്ന് പറഞ്ഞൊരു കാര്യം, നേരത്തെ പറഞ്ഞില്ലേ. ആ കുട്ടി രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഞാൻ കുട്ടിയോട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ തനിയെന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞാണെങ്കിൽ, ഒരു കുട്ടിക്ക് നോക്കുക എന്തെങ്കിലും വിഷമമുണ്ടോ, മനസ്സിലാകുന്ന ദുഃഖമുണ്ടോ, മാവനോട് തുറന്ന് പറയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞതാണ്, രാവിലെ ഉള്ളിൽ എഴുന്നേൽക്കുമ്പോൾ ആ കട്ടിലിൽ ചിലപ്പോൾ അതിൻ്റെ ശരീരമൊക്കെ തുണിയിൽ ഒട്ടിയിരിക്കും, പായൽ ചിലപ്പോൾ ഒട്ടിയിരിക്കും ഈ വെറ്റായിട്ടുള്ള
ആ ഇൻഡ്യൂറേറ്റ് സ്കിന്ന് ഉണ്ട്. ഈ കുട്ടിക്ക് ആ സമയത്ത് വല്ലാതെ ദുഃഖം തോന്നും, നിരാശ തോന്നും. എൻ്റെ ഭാവിയായി ഇരുളടഞ്ഞ്, എനിക്ക് ഭാവിയില്ല, ഞാൻ രോഗിയാണ്. എന്നിട്ട് ജീവിതം മടുത്തിട്ട് ചില സന്ദർഭങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള കുട്ടികളോട് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് ഇവിടെ എൻ്റെ പറയുന്നത്. ലൈക്കോപോഡിയം പേഷ്യൻറ്റ് വേക്സ് അപ്പ് ഇൻ ദ മോർണിംഗ് വിത്ത് സാഡ്നസ്. ദുഃഖത്തോടു കൂടിയാണ് ലൈക്കോപോഡിയം പേഷ്യൻറ്റ് രാവിലെ ഉണ്ടെന്ന് വന്നേക്കുന്നത്. ദർ ഇസ് സാഡ്നസ് ആൻഡ് ഗ്ലൂം. ദുഃഖവും ആ ഒരു ഗ്ലൂമി കണ്ടീഷൻ ഉണ്ടാകും. ദ വേൾഡ് മേ കം ടു ആൻ എൻഡ്. ലോകം വെച്ചാൽ മൊത്തം ലോകം അവസാനിക്കില്ല. ആ പേഷ്യൻറ്റിൻ്റെ ലോകം, ആ വ്യക്തിയുടെ ലോകം അവസാനിക്കാൻ പോകുന്നു. മേ കം, അവസാനിച്ചേക്കാം, എൻ്റെ ലോകം അവസാനിച്ചേക്കാം. ഓർ ദ ഹോൾ ഫാമിലി മേ ഡൈ, അല്ലെങ്കിൽ എൻ്റെ കുടുംബം മുഴുവൻ മരിച്ചു പോയേക്കാം. ഓർ ദ ഹൗസ് മേ ബേൺ അപ്പ്, അല്ലെങ്കിൽ വീട് തീ പിടിച്ചേക്കാം. അങ്ങനെ ലോകം അവസാനിക്കുന്നു. അല്ലാതെ ലോകാവസാനമല്ല ഉദ്ദേശിക്കുന്നത്. ആ പേഷ്യൻറ്റിൻ്റെ ലോകം, കുടുംബം, ചുറ്റുവട്ടം, അത് അവസാനിച്ച് പോയേക്കാം. നമുക്ക് എത്ര ടിപ്പിക്കലായിട്ടുള്ള സിംറ്റംസ് ഒന്ന് നോക്കി. ലൈക്കോപോഡിയം ഞാൻ ഉറപ്പിച്ച് പറയും മഹത്തായ ഒരു ഔഷധമാണ്. ശരിയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉജ്ജ്വലമായ രോഗശാന്തികൾ ഇതുകൊണ്ടുണ്ടാക്കാൻ സാധിക്കും. ദർ സീംസ് ടു ബി നത്തിങ് ചിയറിങ്. മനസ്സിന് ഉന്മേഷമുള്ളതാക്കുന്ന ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഉന്മേഷതായതുകൊണ്ട് യാതൊന്നുമില്ല. ദ ഫ്യൂച്ചർ ലുക്സ് ബ്ലാക്ക്. ഭാവി ഇരുളടഞ്ഞിരിക്കുന്നു. ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടി പറഞ്ഞ കാര്യങ്ങളാണുള്ളൂ. ഭാവി ഇരുളടഞ്ഞു പോയി, ഒന്നും പ്രതീക്ഷിക്കാനില്ല. ആഫ്റ്റർ മൂവിങ് അബൌട്ട് എ വൈൽ ദിസ് പാസ് ഓഫ്. കുറച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടന്നാൽ, ഈ കുട്ടി പറഞ്ഞത് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുന്നു. ആ കുട്ടിയുടെ റൂട്ടീൻ ചോദിച്ചപ്പോൾ, മോർണിംഗ് റൂട്ടീൻ ചോദിച്ചപ്പോൾ എഴുന്നേൽക്കും, ടോയ്ലറ്റിൽ പോവും, പുറത്തേക്ക് ഇറങ്ങി ഉമിക്കരി എടുത്ത് പല്ല് തേക്കും. ഈ പുറത്തേക്ക് ഇറങ്ങി ഉമിക്കരി എടുത്ത് പല്ല് തേച്ചൊന്ന് നടന്നു കഴിയുമ്പോൾ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ മാറിപ്പോകും. പിന്നെ ആ കുട്ടി നോർമലാവും. ഉണ്ടോ? അതാണ് പറയുന്നത്. എബൌട്ട് എ വൈൽ ദിസ് പാസ്. കുറച്ച് കഴിയുമ്പോൾ ഇത് മാറിപ്പോകുന്നു. ദിസ് സ്റ്റേറ്റ് പ്രൊസീഡ്സ് conditions of insanity and finally a suicidal state comes, an aversion to life. അപ്പോൾ പക്ഷേ ഇതിനെ തുടർന്ന് ഇൻസാനിറ്റി വരാം, സൂയിസൈഡൽ സ്റ്റേറ്റ് വരാം, ആവേർഷൻ ടു ലൈഫ് വരാം. അങ്ങനെ സംഭവിക്കാം. ഈ ഞാൻ പറയുന്ന കേസിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല, പക്ഷേ അങ്ങനെയും ആകാം. ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഗ്ലൂം താൽക്കാലികമായിട്ട് പോയാൽ അതിനെ പിന്തുടർന്നുകൊണ്ട് ഇൻസാനിറ്റിയിലേക്കും ആത്മഹത്യാ ചിന്തയിലേക്കും ജീവിത വ്യക്തിയിലേക്കൊക്കെ പേഷ്യൻ്റ് പോകാം. See how this remedy takes hold of the will and actually destroys man will to live. ഉണ്ടോ? ജീവിക്കാനുള്ളൊരു മനുഷ്യൻ്റെ വില്ല്. ഞാൻ നേരത്തെ പറഞ്ഞു, ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പല പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യൻ ആത്മഹത്യ ചെയ്യാം. പല പല കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വില്ല്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓർമ്മറ്റാലിക് ഇതിൽ കെൻഡറിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഇച്ഛ, വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ജീവനെ നിലനിർത്താനുള്ള, സസ്റ്റെയിൻ ചെയ്യാനുള്ള വില്ലാണ്. ആ വില്ലിൻ്റെ മണ്ഡലത്തിൽ ഒരു രോഗബാധ ഉണ്ടായാൽ, വില്ലിൻ്റെ മണ്ഡലത്തിൽ ഒരു രോഗബാധ ഉണ്ടായാൽ, ജീവിക്കാനുള്ള ഇച്ഛ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ ആത്മഹത്യ വളരെ പ്രധാനപ്പെട്ട ജനറൽ സിംറ്റമാണത്. വില്ലിൻ്റെ മണ്ഡലത്തിലുള്ള സിംറ്റംസ്, ഇച്ഛകൾ, ജീവിക്കാനുള്ള ഇച്ഛ, ഏറ്റവും പ്രധാനപ്പെട്ട ഇച്ഛ. അത് ഓർമ്മറ്റാലിക്കത്തിൽ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെയും ഒരു പരിധിയോളം ലൈക്കോപോഡിയത്തിൽ അതുണ്ട്. സി ഹൗ ദിസ് റെമഡി ടേക്സ് ഹോൾഡ് ഓഫ് ദ വിൽ. ആ ഇച്ഛ എങ്ങനെ ഇത് പിടിയിലൊതുക്കുന്നു. ആൻഡ് ആക്ച്വലി ഡിസ്ട്രോയ്സ് മാൻസ് വിൽ ടു ലിവ്. ദാറ്റ് വിച്ച് ഈസ് ഫസ്റ്റ് ഇൻ മാൻ ഇൻ ഹിസ് ഡിസയർ ടു ബി, ടു എക്സിസ്റ്റ്. ഉണ്ടോ? അസ്തിത്വത്തിന് വേണ്ടിയുള്ള ഡിസയർ. ഒന്നാമത്തെ ഡിസയർ അതാണ് മനുഷ്യൻ്റെ. ഒന്നാമത്തെ വില്ലതാണ് അസ്തിത്വം, മനുഷ്യൻ്റെ എക്സിസ്റ്റൻസ്. അത് നഷ്ടപ്പെട്ടു എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യും. ആൻഡ് ടു ബി സംതിങ് ഇഫ് എവർ സോ സ്മോൾ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുക എന്നുള്ളൊരു മനുഷ്യൻ്റെ ആഗ്രഹം, അത് എത്ര ചെറുതായിരുന്നു, ഇഫ് എവർ സോ സ്മോൾ, എത്ര ചെറുതായാലും എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം
മനുഷ്യൻ്റെ വില്ലിൻ്റെ ഏറ്റവും പ്രാഥമികമായ ഒരു മാനിഫെസ്റ്റേഷനാണ്. എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിച്ചെന്നൊരു കാര്യം. മനുഷ്യൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ നിരാശപ്പെട്ട് മാനസിക വിഷാദരോഗത്തിൻ്റെയൊക്കെ അവസ്ഥയിലേക്ക് പോകും. അപ്പം അത്തരം അവസ്ഥകളെ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയുണ്ട്. ഇപ്പോൾ ആത്മഹത്യക്ക് പ്രതിവിധിയായിട്ട് കുറേ കൗൺസിലിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതൊന്നും തെറ്റാണെന്നോ വേണ്ടെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണങ്ങൾ, സമാന സാഹചര്യങ്ങളിൽ രണ്ടുപേരും ആത്മഹത്യ ചെയ്യുന്നു. എന്തുകൊണ്ടൊരാൾ ആത്മഹത്യ ചെയ്യുന്നില്ല? ഒരാൾ സമാനമായ സാഹചര്യത്തെ നേരിടുന്നു, മറ്റൊരാൾ നേരിടുന്നില്ല. അതിൻ്റെ കാരണം രോഗാവസ്ഥകളാണ്. ആത്മഹത്യ ഒരു രോഗത്തിൻ്റെ റിസൾട്ടാണ്. അത് വില്ല് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നതുകൊണ്ടുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ തീരുക എന്നുള്ള മനുഷ്യൻ്റെ ഇച്ഛയുടെ പ്രാഥമികമായിട്ടുള്ള ഒരു ധർമ്മത്തെ നിർവഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ആത്മഹത്യയിലേക്ക് പോകാം. അപ്പോൾ അത്തരം അവസ്ഥകളെ, പലതരത്തിലുള്ള ആത്മഹത്യക്ക് കാരണമായിട്ടുള്ള പലതരത്തിലുള്ള മാനസികാവസ്ഥകളെ ഹോമിയോപ്പതിയിലെ ഉചിതമായ ഔഷധങ്ങളുടെ പ്രയോഗം കൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. എനിക്ക് അനുഭവമുണ്ട്. ഓർമ്മറ്റലിക്കത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനത് വിശദമായിട്ട് പറയാം. അപ്പോൾ ആത്മഹത്യയിൽ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സമൂഹത്തിൽ കൗൺസിലിംഗ് കൊണ്ട് മാത്രം അതിനെ പ്രതിരോധിക്കാമെന്ന് വിചാരിക്കേണ്ട. ഒരു പരിധിവരെ താൽക്കാലികമായി രക്ഷിക്കാം. പക്ഷേ ഒരു രണ്ടാമത്തെ ഘട്ടത്തിലെങ്കിലും അവർക്ക് ഉചിതമായ ഹോമിയോപ്പതി ഔഷധങ്ങൾ കൊടുക്കണം. അത് വില്ലിൻ്റെ മണ്ഡലത്തിലുള്ള പ്രശ്നമാണോ അല്ലെങ്കിൽ മനസ്സിൻ്റെ മണ്ഡലത്തിലുള്ള പ്രശ്നമാണോ എന്ന് മനസ്സിലാക്കി ഉചിതമായ ഔഷധം, നമ്മളിപ്പോൾ കണ്ട ചുരുക്കം ചില ഔഷധങ്ങളിൽ തന്നെ നമ്മളത് കാണുകയുണ്ടായി. അപ്പം അത് നിങ്ങളുടെ പ്രാക്ടീസിൽ വളരെ അധികം ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു കാര്യമാണ്. അനേകം വ്യക്തികളെ നിങ്ങൾക്ക് മരണത്തിൽ നിന്നും ആത്മഹത്യയിൽ നിന്നും രക്ഷിക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ എത്ര ചെറുതായാലുമുള്ളൊരു ആഗ്രഹം മനുഷ്യനുണ്ട്. അപ്പോൾ നമ്മളുടെ മനുഷ്യ ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സഹജീവികൾക്ക്, നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് നമ്മളെപ്പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനുള്ള ആഗ്രഹമുണ്ട്. അതിനെയൊക്കെ കഴിവതും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനുള്ള മനുഷ്യൻ്റെ പരിശ്രമങ്ങളിൽ, വിശേഷിച്ചും ദുർബലരായിട്ടുള്ളവരുടെ, ദരിദ്രരായിട്ടുള്ളവരുടെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനുള്ള അവരുടെ പരിശ്രമങ്ങളിൽ താങ്ങായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അത് വലിയൊരു കർത്തവ്യമാണ്. അത് സാമ്പത്തികമായിട്ടും ചികിത്സയുടെ മണ്ഡലത്തിൽ ഔഷധങ്ങളിലൂടെയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാനുഷിക ധർമ്മമാണ്. വെൻ ദാറ്റ് ഈസ് ഡിസ്ട്രോയിഡ് വി സീ ദാറ്റ് എ വണ്ടർഫുൾ തിങ് ഹാസ് ബീൻ ഡിസ്ട്രോയിഡ്. അപ്പോൾ ഇത് നശിപ്പിക്കപ്പെടുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട, വളരെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വളരെ വണ്ടർഫുള്ളായിട്ടുള്ളൊരു കാര്യം നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ദ എവരി മാൻ ഹിംസെൽഫ് വിൽസ് ദെൻ നോട്ട് ടു ബി. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നോട്ട് ടു ബി, അല്ലാതായിത്തീരാൻ, തൻ്റെ അസ്തിത്വം നിഷേധിക്കാൻ നിർബന്ധിക്കപ്പെടും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹത്തെ നിഷേധിക്കുമ്പോൾ അല്ലെങ്കിൽ നിഷേധിക്കപ്പെടുമ്പോൾ താൻ ഇല്ലാതായിത്തീരാൻ, തൻ്റെ അസ്തിത്വം ഇല്ലാതായിത്തീരാൻ ആ രോഗി ആഗ്രഹിക്കും. അങ്ങനെ ആത്മഹത്യയിലേക്ക് പോകും. ചിലപ്പോൾ അതൊരു മാനസിക ഒരു ഇൻസാനിറ്റിയിലേക്ക് പോകും. അപ്പം അത്തരം അവസ്ഥകൾ തിരിച്ചറിയണം. അത് നമുക്ക് ഹീൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇറ്റ്സ് എ പെർവേർഷൻ ഓഫ് എവറിത്തിങ് ദാറ്റ് മേക്സ് ദ മാൻ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഹിസ് വിൽ. അപ്പോൾ ഒരു മനുഷ്യനെ അയാളാക്കി തീർക്കുന്ന എല്ലാറ്റിൻ്റെയും ഒരു പെർവേർഷനാണ്. എല്ലാത്തിനെയും ഒരു അമിതമായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ വികൃതമായൊരവസ്ഥ. ഒരു മനുഷ്യനെ ഒരു മനുഷ്യ വ്യക്തിയാക്കി തീർക്കുന്ന എല്ലാ കാര്യങ്ങളും വികൃതമായി തീരുന്നൊരവസ്ഥയാണത്. അയാളുടെ ഇച്ഛാശക്തി നശിച്ചു പോകുന്നൊരവസ്ഥ. ഇനി കൊട്ടേഷനിൽ പറയുകയാണ്, അപ്രഹെൻസീവ്നെസ്, ഡിഫിക്കൽട്ട് ബ്രീത്തിങ് ആൻഡ് ഫിയർഫുൾനെസ്, ഇതൊക്കെ അതിനോട് ചേർന്ന് വരുന്നതാണ്. ആങ്ഷ്യസ് തോട്ട്സ് ആസ് ഇഫ് എബൌട്ട് ടു ഡൈ, മരിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള ആങ്ഷ്യസ് തോട്ട്സ്. വാണ്ട് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, ഇൻഡിസിഷൻ, ടിമിഡിറ്റി, റെസിഗ്നേഷൻ. നമുക്ക്
ആത്മവിശ്വാസമില്ലായ്മ, തീരുമാനമെടുക്കാൻ പറ്റായിക, ടിമിഡിറ്റി, ഭീരുത്വം, റെസിഗ്നേഷൻ, എല്ലാത്തിൽ നിന്നും പിൻവാങ്ങൽ ഉണ്ടോ. ഇത്ര വൈവിധ്യമാർന്ന മാനസിക വില്ലുമായിട്ട് ബന്ധപ്പെട്ട, മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട, വിശേഷം വില്ലുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ് ലൈക്കോപോഡിയം കാണിക്കുന്നത്. നോക്കിയേ, നിങ്ങൾ കേസ് ടേക്കിങ്ങിൽ നിങ്ങൾ ജനറൽസിനെ കുറിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. വില്ലിനെ ബാധിക്കുന്ന സിംറ്റംസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ലൈക്കോപോഡിയം അങ്ങനത്തെ എത്രയോ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ലോസ് ഓഫ് കോൺഫിഡൻസ് ഇൻ ഹിംസെൽഫ് ആൻഡ് ഇൻ എവറിത്തിങ്, തന്നിൽ തന്നെയും എന്തിനുമുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. മിസാന്ത്രപ്പിക്, ഇത് കൊട്ടേഷൻ ആണ്. മിസാന്ത്രപ്പിക് ഫ്ലൈസ് ഈവൻ ഫ്രം ഹിസ് ഓൺ ചിൽഡ്രൻ. മിസാന്ത്രപ്പിക് എന്ന് വെച്ചാൽ മനുഷ്യവിരോധം. ഈ ഒരു മാനസികാവസ്ഥ മനുഷ്യൻ്റെ വിരോധം, ഫിലാന്ത്രപ്പിയുടെ ഓപ്പോസിറ്റാണ് മിസാന്ത്രപ്പി. മനുഷ്യവിരോധത്തിലേക്ക് പോകുന്നു. സ്വന്തം കുട്ടികളിൽ നിന്ന് വരെ അകന്നു പോകുന്നു. ഫ്ലൈസ് ഫ്രം ഹിസ് ഓൺ ചിൽഡ്രൻ ഓർ ഹെർ ഓൺ ചിൽഡ്രൻ. അങ്ങനത്തെ ഒരു മിസാന്ത്രപ്പി, മനുഷ്യവിരോധം വരുന്നു. ഡിസ്ട്രസ്ഫുൾ, സസ്പീഷ്യസ് ആൻഡ് ഫോൾട്ട് ഫൈൻഡിങ്, ഒന്നിലും ആശ്രയിക്കാൻ പറ്റുന്നില്ല, എല്ലാത്തിനും സംശയം, എല്ലാത്തിലും തെറ്റുകൾ കണ്ടെത്തുന്നു. ഓവർ സെൻസിറ്റീവ്നെസ് ടു പെയിൻ, പേഷ്യൻ്റ് ഈസ് ബിസൈഡ് ഹിംസെൽഫ്, വേദനയോട് ഓവർ സെൻസിറ്റീവ്, ചെറിയ വേദന പോലും വല്ലാതെ പെരുപ്പിക്കുന്നു. പേഷ്യൻ്റ് ഈസ് ബിസൈഡ് ഹിംസെൽഫ്, തന്നിൽ തന്നെ ഒതുങ്ങുന്ന അവസ്ഥ, തന്നോട് തന്നെ ഇങ്ങനെ ചേർന്നിരിക്കുന്ന അവസ്ഥ. ഒരു മിസാന്ത്രപ്പിയുടെ മറ്റൊരു ഭാഗമാണത്. മറ്റൊരു മനുഷ്യരെ വെറുക്കുന്നു, തന്നോട് ചേർന്നിരിക്കുന്ന അവസ്ഥ. അപ്പോൾ നോക്കൂ, ഇങ്ങനെ സമ്പന്നമായ മാനസിക ലക്ഷണങ്ങളുള്ള ഒരു ഔഷധമാണ് ലൈക്കോപോഡിയം. ഇതിനെക്കുറിച്ച് നല്ലവണ്ണം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. എല്ലാവർക്കും നന്ദി.